പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ വഴി ഈ ലോകത്തിനുണ്ടായ നമുക്ക് ഓരോരുത്തർക്കുണ്ടായ സന്തോഷം, സമാധാനം, നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്രയോ വലുതാണ്. അമ്മയെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്, ധ്യാനിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചവരൊക്കെ നമ്മുടെ സ്വഭാവത്തിൻ്റെ, പ്രകൃതത്തിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നുണ്ട്. ആദിമാതാപിതാക്കളെ ദൈവം ആദ്യത്തെ കുടുംബമായി അനുഗ്രഹിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ അവരെ പറുദീസായിലാക്കിയപ്പോൾ അവർ കാണിച്ച അനുസരണക്കേട്, അവരുടെ അഹങ്കാരം, അവർ ദൈവത്തെ കേൾക്കാതിരുന്നത്, അവർ തിന്മയ്ക്ക് കൂടുതൽ ചെവി കൊടുത്തത്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിയുകയായിരുന്നു. അവരുടെ അനുസരണക്കേട്, അവരുടെ തിന്മയോടുള്ള അടുപ്പം, തിന്മയെ കേൾക്കാനുള്ള വ്യഗ്രത മനുഷ്യകുലത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വന്നു. ആദി പാപം, ഈ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ അവിശ്വസ്തത കടന്നു വന്നപ്പോൾ നന്മ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. ദൈവം പറയുന്നത് കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. മനസ്സാക്ഷിയുടെ സ്വരം കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ സ്നേഹം അറിയാനും അനുഭവിക്കാനും പങ്കുവയ്ക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി. തലമുറകൾ ഈ ഭാരവും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഈ പാപത്തിൻ്റെ, ഈ അനുസരണക്കേടിൻ്റെ, ഈ അവിശ്വസ്തതയുടെ ഇത് പേറിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ദൈവം ലോകമെന്ന കുടുംബത്തിലേക്ക് ഒരമ്മയെ പറഞ്ഞു വിടുകയാണ്. ആദി മാതാപിതാക്കളുടെ ഈ അവിശ്വസ്തതയുടെ തിന്മയെ ഒന്ന് പിടിച്ചു കെട്ടാൻ, ഇതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ, ഇതിനെ ഒന്ന് പരിഹരിക്കാൻ ഒരു കുടുംബം ദൈവം ഒരുക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു നല്ല അമ്മയുടെ ജീവിതം കൂടിയാണ്. ഈ ലോകത്തിൻ്റെ, കുടുംബത്തിൻ്റെ, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ പിടിച്ചു കെട്ടാൻ, ഈ പാപങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ ദൈവം പരിശുദ്ധ അമ്മയെ ഉപയോഗിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ചില കുടുംബങ്ങളിൽ കുറേ പ്രശ്നങ്ങളുള്ള കുടുംബമായിരിക്കും. അവിടെ ഒരമ്മ നല്ല വിശുദ്ധയായി, വളരെ സമർപ്പണത്തോടെ, ത്യാഗത്തോടെ ദൈവ തിരുമുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് പല വഴി വന്നിരിക്കുന്ന അസ്വസ്ഥതകളൊക്കെ ഈ അമ്മ പിടിച്ചു കെട്ടുന്ന പോലെ തോന്നും. തലമുറകളായിട്ട് അവർക്കുള്ള പല ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഒരമ്മയുടെ ത്യാഗം വഴി, പ്രാർത്ഥന വഴി ഫിൽറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഒരു അപ്പൻ്റെ ത്യാഗം വഴി, പ്രാർത്ഥന വഴി, ഒരു മകൻ്റെ, മകളുടെ വിശുദ്ധ ജീവിതം വഴി പരിഹരിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ഒരനിയത്തിയുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ. നീനു എന്നാണ് അവളുടെ പേര്. 23 വർഷമായി ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത, ശരീരത്തിന് വളർച്ചയില്ലാത്ത, സംസാരിക്കാൻ പറ്റാത്ത, ഒരു കാര്യവും വേണ്ട വിധം പ്രതികരിക്കാൻ പറ്റാത്ത ഈ നീനു കിടപ്പാണ്. 23 വർഷമായി ഇവളൊന്നും, ഈ ലോകത്തിൻ്റെ ഒരു സുഖവും ഇവൾ അനുഭവിക്കുന്നില്ല. ഇവൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മകൾ സഹിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ പല തിന്മകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു മകൾ ഇങ്ങനെ വിഷമിക്കുകയാണ്, ഇങ്ങനെ ഒരുപാട് ത്യാഗം ചെയ്യുകയാണ് കർത്താവിനോടൊപ്പം. ഞാനീ പറയുന്നത് എന്താണ്? പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വസ്തത വഴി, തൻ്റെ പുണ്യജീവിതം വഴി ഈ തലമുറകളായി കൊണ്ടു നടന്ന ദുഃഖവും ഭാരവും പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വഭാവത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഇനി സ്വീകരിക്കേണ്ടത് അമ്മയുടെ വിശ്വസ്തതയാണ്. ഈ ഒരു പ്രകൃതമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആദി മാതാപിതാക്കളുടെ പാപവും അനുസരണക്കേടും അവിശ്വസ്തതയും
മനുഷ്യകുലത്തിൻ്റെ സ്വഭാവത്തിൽ വന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തത എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരണം, എൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരണം. ഈ വിശ്വസ്തത എന്നെ ഭരിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അടുത്ത ജനറേഷനിലേക്ക് നമ്മുടെ ദുഃഖങ്ങൾ കൊടുത്തു വിടരുത്. അടുത്ത ഒരു തലമുറയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഇനി ഭാരങ്ങൾ കൊടുത്തു വിടരുത്, സങ്കടം കൊടുത്തു വിടരുത്. എൻ്റെ വിശുദ്ധ ജീവിതം വഴി, എൻ്റെ വിശ്വസ്തതയുള്ള ജീവിതം വഴി, എൻ്റെ സ്നേഹവും സമർപ്പണവും വഴി ഞാൻ എൻ്റെ കുടുംബത്തെ പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വസ്തത കൊണ്ട്, സമർപ്പണം കൊണ്ട് വിശുദ്ധീകരിക്കും. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തലമുറകളെ അനുഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയമേ, ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരിൽ ഞങ്ങൾക്ക് ലഭിച്ച വേദനകൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പാപങ്ങൾ, അസ്വസ്ഥതകൾ സുഖപ്പെടുത്താൻ കഴിവുള്ള അമ്മേ, അമ്മയുടെ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈശോയെ സ്നേഹിച്ച അതേ ഹൃദയം കൊണ്ട്, ഈശോയെ തൊട്ട അതേ കരങ്ങൾ കൊണ്ട് ഈ സമയം ഞങ്ങളെയും തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ തോറും നിന്നെ ഭാഗ്യവതി എന്ന് പാടിയത് നിന്റെ വിശ്വസ്തത കൊണ്ടാണ്, നിന്റെ അനുസരണം കൊണ്ടാണ്, നിന്റെ സ്നേഹം കൊണ്ടാണ്. തലമുറകളോട് ചേർന്ന് അമ്മയെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകളെ, കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. എൻ്റെ മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കണ്ണുനീരിൽ അമ്മ അനുഗ്രഹത്തിൻ്റെ മഴവില്ല് വിരിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അമ്മയുടെ ജീവിതം അതാണ്. അമ്മയുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരുകളിലെല്ലാം ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹത്തിൻ്റെ മഴവില്ല് തെളിയിച്ചവളാണ് പരിശുദ്ധ അമ്മ.
അമ്മേ, ഈ സമയം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും സുഖപ്പെടുത്തുന്ന അനുഗ്രഹത്തിൻ്റെ മഴവില്ലായി നീ മാറണമേ. നിൻ്റെ മാധ്യസ്ഥത്താൽ, നിൻ്റെ സ്നേഹത്താൽ ഈ സമയം ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ. ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. ഈ സമയം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ എൻ്റെ കുടുംബത്തെ എനിക്ക് അനുഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ ആരൊക്കെയോ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ബലിപീഠമായി മാറുന്നുണ്ട്, തൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട്, വിശ്വസ്ത ജീവിതം കൊണ്ട്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഇങ്ങനെ ചില അമ്മമാരുണ്ട്, ചില വ്യക്തികൾ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിശ്വസ്തത തലമുറകളെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അമ്മയോടൊപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളവർ വേണ്ടേ? ചില വീടുകളിലേക്ക് നല്ല സ്ത്രീകൾ വിവാഹം കഴിച്ച് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ ചില ശീലങ്ങൾ മാറുന്നു. അവരുടെ വിശുദ്ധ ജീവിതവും വിശ്വസ്തതയും ആ കുടുംബത്തിലേക്ക് ഒരു കൃപയുടെ കാറ്റ് വീശാൻ കാരണമാകുന്നു. ഈ സമയം ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കണം, എൻ്റെ സമർപ്പണം, എൻ്റെ വിശ്വസ്തത ഈ തലമുറയെയും വരുന്ന തലമുറകളെയും അനുഗ്രഹിക്കണം. എന്നിലുള്ള ഒരു ദുഃഖവും ഭാരവും പാപവും അടുത്ത തലമുറയിലേക്ക് ഞാൻ കൈമാറില്ലെന്ന് വാശി പിടിക്കണം. അമ്മയെപ്പോലെ അമ്മയോടൊത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ കൃപകളെല്ലാം ഒഴുകിയെത്തുന്ന ആഴിയാണ്. കൃപകളെല്ലാം ഒഴുകിയെത്തുന്ന ഈ ആഴിയിൽ നിന്ന് ഈ സമയം ഈ സ്നേഹത്തിൻ്റെ കൃപയുടെ മുത്തുകൾ നമുക്ക് പെറുക്കിയെടുക്കാം. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. ഈരടികൾ പാടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പ്രത്യേക കൃപ, വിശ്വസ്തത എന്ന കൃപ അമ്മ വഴി ലഭിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈരടികൾ പാടാം. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ. സുഹൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയെത്തും കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. ഈ സമയം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒരു താരാട്ട് പാടുകയാണ്. ഈ താരാട്ട് പാടുമ്പോൾ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മൾ ഓർക്കണം, ഞാൻ എൻ്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറണം അമ്മയെപ്പോലെ എന്ന്. ആ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിശ്വസ്തതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആമേൻ.